നമസ്കാരം. മണി ന്യൂസിന്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. IT മേഖലയിൽ മാത്രമേ സ്റ്റാർട്ടപ്പുകൾക്ക് സാധ്യതയുള്ളൂ എന്ന കാഴ്ചപ്പാടെല്ലാം മാറിത്തുടങ്ങിയിരിക്കുകയാണ്. ജലകൃഷിയിൽ സ്റ്റാർട്ടപ്പുകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. താൽപ്പര്യമുള്ളവർക്കെല്ലാം സംരംഭകത്വത്തിലേക്ക് വഴി തുറക്കുകയാണ് CMFRI. മത്സ്യം വളർത്തൽ, ചെമ്മീൻ കൃഷി, കല്ലുമ്മക്കായ കൃഷി, ഞണ്ട് കൃഷി തുടങ്ങിയവയിൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് യുവജനങ്ങളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് CMFRI പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. CMFRIക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രമാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യുവജനങ്ങൾക്ക് പരിശീലനം നൽകുന്നത്. സ്റ്റാർട്ടപ്പുകൾ എന്നാൽ പൊതുവേ കമ്പ്യൂട്ടർ IT മേഖലകളിൽ മാത്രമാണെന്നാണ് പൊതുവായിട്ടുള്ള ധാരണ. എന്നാൽ അങ്ങനെയല്ല. അടിസ്ഥാന മേഖലയായ കൃഷി, മത്സ്യബന്ധനം, മത്സ്യകൃഷി, അനിമൽ ഹസ്ബൻഡറി തുടങ്ങിയ മേഖലകളിലും സ്റ്റാർട്ടപ്പുകൾ അത്യന്താപേക്ഷിതമാണ്. പ്രധാനമായിട്ടും യുവാക്കളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. യുവജനങ്ങളിൽ തൊഴിൽ വൈദഗ്ധ്യം വികസിപ്പിക്കുകയെന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമായി അക്വാകൾച്ചർ ടെക്നീഷ്യൻ എന്ന പേരിലാണ് പ്രത്യേക പരിശീലന കോഴ്സ് നടത്തുന്നത്. മത്സ്യകൃഷി, ചെമ്മീൻ വളർത്തൽ, കല്ലുമ്മക്കായ കൃഷി, പവിഴം ചിപ്പി വളർത്തൽ, ഞണ്ട് കൃഷി, കൊഞ്ചു വളർത്തൽ തുടങ്ങിയ കൃഷി രീതികൾ, ജലഗുണനിലവാര പരിശോധന, രോഗനിർണയം, മത്സ്യത്തീറ്റ നിർമ്മാണം, വിപണനം തുടങ്ങിയ മേഖലകളിലാണ് തൊഴിൽ വൈദഗ്ധ്യ പരിശീലനം നൽകുന്നത്. കൂടാതെ ഈ മേഖലയിൽ എങ്ങനെ സ്വയം സംരംഭകരാകാമെന്നും യുവാക്കളെ പരിശീലിപ്പിക്കുന്നു. പ്രധാനമന്ത്രി കുശൽ വികാസ് യോജന എന്ന് പറയുന്ന പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ തന്നെ താല്പര്യത്തോടു കൂടിയിട്ട് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലുള്ള യുവാക്കൾക്ക് കാർഷിക അനുബന്ധ മേഖലകളിൽ തൊഴിൽ നൈപുണ്യ പരിശീലനം കൊടുത്ത് അവരെ ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾ വഴി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു ആശയവുമായിട്ട് വന്നത്. അപ്പം ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി ബന്ധിപ്പിച്ച് ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തുകയും അപ്പോൾ ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ വിജയികളായിട്ട് വരുന്നവരെ ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള സഹായം കൊടുക്കുകയും ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. CMFRI, കുസാറ്റ്, സ്വിഫ്റ്റ്, കുഫോസ്, MPDA എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരുടെ ക്ലാസുകൾക്ക് പുറമെ വിവിധ കൃഷിയിടങ്ങളിൽ സന്ദർശനം, ജലകൃഷിയിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച കർഷകരുമായി ആശയവിനിമയം, കൂട് നിർമ്മാണം പോലുള്ള കൃഷിരീതികളിൽ പ്രായോഗിക പരിശീലനം തുടങ്ങിയ വൈവിധ്യമാർന്ന പരിശീലനങ്ങളാണ് നൽകി വരുന്നത്. വെള്ളത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനുള്ള ഉപകരണങ്ങളുടെ പ്രവർത്തനം, കൃത്രിമ കുളങ്ങൾ നിർമ്മിച്ചുള്ള മത്സ്യകൃഷി തുടങ്ങിയവയിലും പരിശീലനം നൽകുന്നു. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവരെ അംഗങ്ങളാക്കി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ജലകൃഷി കർമ്മസേന രൂപീകരിക്കും. ജലകൃഷിയുമായി ബന്ധപ്പെട്ട സാങ്കേതിക സേവനങ്ങൾ നൽകാൻ കർമ്മസേന അംഗങ്ങളെ പ്രാപ്തരാക്കും. ഈ മേഖല വികസിക്കണമെങ്കിൽ ഒരു പറ്റം കർമ്മസേന പോലെയുള്ള അംഗങ്ങൾ നിലവിൽ വരണം. അപ്പോൾ അത് മുൻനിർത്തിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ മുഴുവൻ കാര്യങ്ങളും സംഘടിപ്പിച്ചത്. 20 പേരെ അതിന് സജ്ജരാക്കി അവരെ നാളെ ഇതിൻ്റെ ഒരു കൺസൾട്ടൻ്റ് മാതിരി ആർക്ക് വേണമെങ്കിലും ഈ ഇത്തരത്തിലുള്ള യുവാക്കളെ സമീപിച്ചു കഴിഞ്ഞാൽ സർവീസ് നൽകും. അവർക്ക് അതിനുവേണ്ട ഒരു വരുമാനം ലഭിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ മുഴുവൻ പ്രോസസ്സും ചെയ്തത്. മത്സ്യകൃഷി, ചെമ്മീൻ കൃഷി, പവിഴം ചിപ്പി കൃഷി, കല്ലുമ്മക്കായ കൃഷി തുടങ്ങിയ വിവിധ കൃഷികളിൽ സ്വയം സംരംഭകരാകുന്നതിന് പുറമെ കൃഷിയുമായി ബന്ധപ്പെട്ട ആവശ്യമായ കൺസൾട്ടൻ്റ് സേവനങ്ങൾ ഏറ്റെടുത്തു നടത്താനും പരിശീലനം പൂർത്തിയാക്കുന്നവരെ പ്രാപ്തരാക്കും. ജലകൃഷിയുടെ പ്രചാരവുമായി ബന്ധപ്പെട്ട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് കീഴിൽ വിവിധ സാങ്കേതിക സേവനങ്ങൾ നൽകി വരുന്നുണ്ട്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവരെ KVKയുടെ ഇത്തരം സേവനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കാൻ അവസരം നൽകും. ഏതൊക്കെ മത്സ്യങ്ങളാണ് ഇതിനകത്ത് കൂടുമത്സ്യകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മത്സ്യങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ സീഡ് പ്രൊഡക്ഷൻ, കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന രീതി, ഇതിൻ്റെ കേജിൻ്റെ എങ്ങനെയാണ് കൂടുണ്ടാക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. CMFRI ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ആ ട്രെയിനിങ് കൊടുക്കാനും CMFRI പ്രാപ്തരാണ്.
തീർച്ചയായിട്ടും വളരെ ഒരു വിപ്ലവം ഉണ്ടാക്കുന്ന രീതിയാണ് കൂട് മത്സ്യകൃഷി. ഒറിജിനൽ ബാക്ക് വാട്ടേഴ്സിലും ഓപ്പൺ സീ കേജ് കൾച്ചറിനും ഏത് തരത്തിലുള്ള സാങ്കേതിക സഹായങ്ങളും നൽകാനും സിംഫാർ തയ്യാറാണ്. ഇതിന് ഒരു കാര്യം കൂടെ പ്രധാനപ്പെട്ട ഒരു ഇതുണ്ട്, ഈ പോളിസി ഡെവലപ്മെൻ്റ് ഉണ്ട്. ഈ കൂട് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പോളിസി ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതും സിംഫാർ അതിനുള്ള മുൻകൈ എടുത്തിട്ടുണ്ട്. കേരളത്തിലെ മത്സ്യ ചെമ്മീൻ കൃഷി മേഖലകളിൽ വലിയ മുന്നേറ്റത്തിന് വഴി തുറക്കുന്നതാണ് യുവജനങ്ങളെ സംരംഭകരാക്കുന്നതിനുള്ള പരിശീലന പദ്ധതി. IT മേഖലയിൽ മാത്രമല്ല, ജലകൃഷിയിലും യുവജനങ്ങൾക്ക് ശ്രദ്ധേയമായ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാധ്യതയാണ് പരിശീലന പദ്ധതി തുറന്നിടുന്നത്. ഇതുവഴി സംസ്ഥാനത്തെ മത്സ്യോൽപാദനത്തിൽ ഗണ്യമായ വർധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. SBT ഉപഭോക്താക്കളെല്ലാം SBIയിലേക്ക് മാറുന്നതോടെ ഡിജിറ്റൽ പണമിടപാടുകളിലും മാറ്റമുണ്ടാകും. ഇന്റർനെറ്റ് ബാങ്ക് ഇടപാടുകൾ നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒപ്പം SBIയുടെ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനമായ മിംഗിളിനെ കുറിച്ചും കാണാം ഇനി മണി ന്യൂസ്. നിലവിൽ SBTയിൽ അക്കൗണ്ടുള്ള നെറ്റ് ബാങ്കിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തുന്നവർ ഏപ്രിൽ 1 മുതൽ www.onlinesbi.com വഴിയാണ് ഇടപാടുകൾ നടത്തേണ്ടത്. കോർപ്പറേറ്റ് ഉപഭോക്താക്കൾക്കും ഇത് ബാധകമാണ്. ഇതിനായി പുതിയ യൂസർ നെയിമോ പാസ്വേഡോ SBIയിൽ നിന്നും ലഭിക്കേണ്ടതില്ല. SBTയിൽ നിന്ന് ലഭിച്ചതും നിലവിൽ ഉപയോഗിക്കുന്നതുമായ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് SBIയിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് നടത്താം. കൂടാതെ പ്രൊഫൈൽ പാസ്വേഡും നിലവിലുള്ളത് തന്നെയായിരിക്കും. SBTക്ക് പുറമെ മറ്റ് അസോസിയേറ്റ് ബാങ്കുകളായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്ടിയാല തുടങ്ങിയ ഉപഭോക്താക്കളും നെറ്റ് ബാങ്കിങ്ങിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റാണ് ഉപയോഗിക്കേണ്ടത്. തുക കൈമാറ്റത്തിനായി SBT നെറ്റ് ബാങ്കിങ്ങിൽ രജിസ്റ്റർ ചെയ്ത ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതുമില്ല. അതേസമയം NEFT, RTGS ഇടപാടുകളുടെ സർവീസ് ചാർജ് SBI നിലവിൽ ഈടാക്കുന്നത് പ്രകാരം നൽകേണ്ടി വരും. എന്നാൽ അസോസിയേറ്റ് ബാങ്കുകളിലെ ഉപഭോക്താക്കളെയോ SBIയിൽ അക്കൗണ്ടുള്ളവരെയോ തുക കൈമാറ്റത്തിന് തേർഡ് പാർട്ടി ഗുണഭോക്താക്കളായി പുതിയതായി രജിസ്റ്റർ ചെയ്യുന്നതിന് ബാങ്കുകളുടെ ലയനം പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. ഇന്റർനെറ്റ് ബാങ്കിങ് നമുക്ക് തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് എപ്പോഴാണെങ്കിലും നമ്മുടെ കയ്യിലിരുന്ന് തന്നെ ചെയ്യാമല്ലോ. ഇവിടം വരെ വരുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ. നമുക്ക് പൈസ ഉണ്ടോ ബാലൻസ് ഉണ്ടോ എന്നെല്ലാം അറിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. മറ്റേ നമ്മളിവിടെ വന്ന് ബാലൻസ് ഉണ്ടോ ചെക്ക് ചെയ്തിട്ടൊക്കെ വേണ്ട. ഇപ്പോൾ പാസ്ബുക്ക് എന്ന് പറഞ്ഞ പരിപാടി ഇല്ലല്ലോ. അതുകൊണ്ട് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഡിജിറ്റൽ ബാങ്കിംഗ് പ്രോത്സാഹനത്തിനായി സോഷ്യൽ മീഡിയ വഴി ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്ന SBIയുടെ പദ്ധതിയാണ് മിംഗിൾ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുമായി ബാങ്കിംഗ് സേവനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളതാണ് പദ്ധതി. ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുമായി ചേർന്നാണ് മിംഗിൾ നടപ്പിലാക്കുന്നത്. SBI മിംഗിൾ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നിവ വഴി എല്ലാ തരത്തിലുമുള്ള ബാങ്കിംഗ് സേവനങ്ങൾ നടത്താൻ കഴിയും. ചെക്ക് റിക്വസ്റ്റുകൾ, മൊബൈൽ ബാങ്കിംഗ് രജിസ്ട്രേഷൻ, ഇന്റർനെറ്റ് ബാങ്കിംഗ്, ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്യൽ എന്നിവയുൾപ്പെടെയുള്ള സേവനങ്ങൾ SBI മിംഗിൾ വഴി ലഭ്യമാകും. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കുടുംബശ്രീ ബ്രാൻഡിൽ ചോക്ലേറ്റുകളും. കോഴിക്കോടിന്റെ മധുരപ്പെരുമ വർദ്ധിപ്പിക്കാൻ കുടുംബശ്രീയുടെ സോയ് കേക്കുകളും ചോക്ലേറ്റുകളും ഒരുങ്ങുന്നു. കോഴിക്കോടിന്റെ മധുരപ്പെരുമ വർദ്ധിപ്പിക്കാൻ കുടുംബശ്രീയുടെ സോയ് കേക്കുകളും ചോക്ലേറ്റുകളും ഒരുങ്ങുന്നു. അടുത്ത മാസം 22-നാണ് കുടുംബശ്രീ കേക്കും ചോക്ലേറ്റും വിപണിയിലെത്തുന്നത്. കുടുംബശ്രീയുടെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് പുതിയ പദ്ധതി. കോഴിക്കോടൻ ഹൽവയ്ക്കും കിണ്ണത്തപ്പത്തിനും പിന്നാലെ മറ്റൊരു കോഴിക്കോടൻ മധുരവുമായി കുടുംബശ്രീ. സോയ് കേക്കുകൾ, ചോക്ലേറ്റുകളെല്ലാം ഇനി കുടുംബശ്രീ വിപണിയിലെത്തിക്കും. കുടുംബശ്രീയുടെ നാടൻ പലഹാരോൽപ്പന്നങ്ങൾക്ക് നിലവിൽ നല്ല വിപണിയുണ്ട്. അതിനൊപ്പം കേക്കുകളും ചോക്ലേറ്റുകളും കൂടി വരുന്നത് ഇരട്ടി മധുരമാകും. കേക്കുകൾ എന്ന് പറയുന്നത് ബർത്ത്ഡേ കേക്ക്സ് ആണ്. അതിൽ ഞങ്ങൾ ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, ഫ്രഷ് ക്രീം കേക്ക്സ് എല്ലാം ഹോം മെയ്ഡ് ആയിട്ട്, അതായത് ഫ്രഷ് ആയിട്ടുള്ള കേക്ക്സ് ആണ്. ഫ്രൂട്ട്സ് കേക്കുകൾ ചെയ്യുന്നുണ്ട്. അതായത് പിന്നെ ഫ്രൂട്ട്സ് ഫില്ലിംഗ് കേക്ക്സുകൾ, ഫ്രഷ് ഫ്രൂട്ട്സ് ഫില്ലിംഗ് കേക്ക്സുകൾ വരുന്നുണ്ട്. പിന്നെ ചോക്ലേറ്റ്സിൽ കാഷ്യൂ, പീനട്ട് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള നട്ട്സ് ചോക്ലേറ്റ്സും ഉണ്ട്.
ഞങ്ങളിപ്പം ഓപ്പൺ മാർക്കറ്റിലേക്ക് ഞങ്ങൾ വരുന്നത് കുടുംബശ്രീ ഇതിലാണ്. ഞങ്ങൾ ഭാവിയിൽ ഞങ്ങൾ വലിയ ഔട്ട്ലെറ്റുകൾ തന്നെ കുടുംബശ്രീയുടെ ഇതിൽ തന്നെ ഓപ്പൺ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. സാധാരണ കേക്കിൽ നിന്ന് വ്യത്യസ്തമായി കുടുംബശ്രീ കേക്കിന് തനതായ രുചി ലഭിക്കാൻ പ്രത്യേക വൈദഗ്ധ്യം നേടിയവരാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ഇവിടെ കോഴിക്കോട് നിന്ന് 2-3 ആളുകളെടുത്തുനിന്ന് പരിശീലനം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഞങ്ങളുടേതായ ഒരു സ്റ്റൈല് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ട് ഇതിൻ്റെ എക്സ്പേർട്ടായിരിക്കുന്ന ആളുകളിൽ നിന്ന് ഇതിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ അത്ര ടീക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഞാനിതൊരു വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പിന്നാലെയാണ്. ഞാൻ അതിന് വ്യക്തിപരമായിട്ട് ഫസ്റ്റിൽ ഞാനിത് ഇങ്ങനെ ഒരു ചെറിയ ലെവലിൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആവശ്യക്കാർ പറയുന്ന ലെവലിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു 6 മാസം കൊണ്ടാണ് ഞാൻ ഈ ലെവലിലേക്ക് വന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ നോർത്ത് CDSന് കീഴിലുള്ള കാരുണ്യ കുടുംബശ്രീ യൂണിറ്റാണ് കേക്ക് നിർമ്മാണ യൂണിറ്റിന് പിന്നിലുള്ളത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേക്ക്, ചോക്ലേറ്റ് നിർമ്മാണത്തിനുള്ള യന്ത്രങ്ങൾ അടുത്ത ദിവസം എത്തും. അതോടെ യൂണിറ്റ് പ്രവർത്തനം സജീവമാകും. വരാൻ പോകുന്ന യന്ത്രങ്ങളെന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ മിഠായി അല്ല. ബേസിക്കലി അതൊരു ഫോറിൻ മിഠായിയാണ്. അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ്സിന് ഉപയോഗിക്കുന്ന ടെക്നിക്സ് എല്ലാം ഫോറിൻ ടെക്നിക്സ് ആണ്. അതിന് വരുന്ന മെഷീൻ ഞങ്ങൾക്ക് ഇപ്പം മെസ്കൺ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, കോഴിക്കോട് മാവ് റോഡിലുള്ള മെസ്കൺ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഞങ്ങൾക്ക് മെഷീൻസ് എല്ലാം ചെയ്യുന്നത്. അവർ പാക്കിംഗ് മെഷീൻ ഉണ്ട്, മെൽറ്റിംഗ് മെഷീൻസ് ഉണ്ട്, പിന്നെ മിക്സിംഗ് മെഷീൻസ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെതായ ഫുൾ സെറ്റിങ്സ് അവർ തന്നെ, ആ ഒരു യൂണിറ്റിന് വേണ്ട ഫുൾ സെറ്റിംഗ് ഓർഡർ അവർ തന്നെയാണ് ചെയ്യുന്നത്. യന്ത്രസഹായത്തോടെയുള്ള നിർമ്മാണം ആരംഭിക്കുന്നതോടെ കുടുംബശ്രീയുടെ ഔട്ട്ലെറ്റുകൾ വഴി വർഷം മുഴുവൻ വിൽപ്പനയാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ ലക്ഷ്യം. പാർട്ടീസിൻ്റെ ഓർഡേഴ്സിനനുസരിച്ച് കളേഴ്സിലുള്ള ചോക്ലേറ്റ്സ് അങ്ങനെ, അതായത് ഞങ്ങളിപ്പോൾ ജസ്റ്റ് മാർച്ച് 8-നുള്ള വിമൻസ് ഡേക്ക് ഞങ്ങൾക്ക് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പിങ്ക് കളറിൽ റാപ്പ് ചെയ്ത ചോക്ലേറ്റ്സ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ സ്പെഷ്യലൈസ്ഡ് ചോക്ലേറ്റ്സിനെയാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. ഒരു പാർട്ടി ആവശ്യപ്പെടുകയാണ് ഇന്ന ഷേപ്പിലുള്ള ചോക്ലേറ്റ്സ് വേണമെന്ന് പറഞ്ഞാൽ ആ ഷേപ്പിലുള്ള ചോക്ലേറ്റ്സ്, പിന്നെ നട്ട്സുകൾ കടല ഇട്ടിട്ട് വേണമെന്ന് പറഞ്ഞാൽ കടല ഇട്ടിട്ട്, കാഷ്യൂ ഇട്ടിട്ടാണെങ്കിൽ കാഷ്യൂ ഇട്ടിട്ട്, അങ്ങനെ ഓരോ അവർ പറയുന്ന പാർട്ടീൻ്റെ ഓർഡേഴ്സ് അനുസരിച്ചാണ് ഞങ്ങൾ ഓർഡർ കൊടുക്കാൻ ഇപ്പോൾ റെഡിയായി നിൽക്കുന്നത്. ഈ ആഴ്ച മുതൽ ഞങ്ങളങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കേക്കാണെങ്കിൽ ചോക്ലേറ്റ് കേക്ക്സാണ് ഞങ്ങൾ കാര്യമായിട്ട് ചെയ്യുന്നത്. അതായത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ ചോക്ലേറ്റ്സ് പേസ്ട്രീസ് ആയിട്ടുള്ള നല്ല ചോക്ലേറ്റ് ഫില്ല് ചെയ്തിട്ടുള്ള കേക്ക്സാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഞങ്ങൾ കടലുള്ള ചോക്ലേറ്റ്സ് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിലാണ് ചെയ്യുന്നത്. ഗൾഫ് മാർക്കറ്റും കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യൂണിറ്റ് വിപുലീകരിക്കുന്നതിലൂടെ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയും കൂടുതൽ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ജോലി നൽകാൻ കഴിയുകയും ചെയ്യുമെന്ന് ഇവർ കണക്കുകൂട്ടുന്നു. കുടുംബശ്രീ അയൽക്കൂട്ടമാണ് ഇതിൻ്റെ സഹായങ്ങൾ എനിക്ക് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ഞാൻ കുടുംബശ്രീയിലേക്ക് വന്നിട്ട് ജസ്റ്റ് ഒരു 6-7 മാസം ആവണേ ഉള്ളൂ. ഇതിൻ്റെ സിസ്റ്റത്തിലേക്ക് ഞാൻ വന്നിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പലതും അന്വേഷിച്ച് പഠിച്ച് അതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഞാനൊരു കുടുംബശ്രീ യൂണിറ്റ് ഉണ്ടാക്കി, എന്നിട്ട് ഞങ്ങളുടെ യൂണിറ്റിലുള്ള ആളുകൾ തന്നെ ഇതിൻ്റെ കെട്ടലും മറ്റുള്ള എല്ലാ ഇതും അവർ തന്നെയാണ് ചെയ്യുന്നത്. ഇനി മറ്റുള്ള കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നും ഉള്ള ആളുകൾക്കും കൂടെ തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാക്കിയിട്ട് ഇതിനെ മാറ്റാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിലവിൽ കൈകൊണ്ടുണ്ടാക്കിയ കേക്കുകൾക്ക് നല്ല പ്രതികരണം ലഭിക്കുന്നത് കുടുംബശ്രീയുടെ ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. കുടുംബശ്രീയുടെ ഭാഗത്ത് നിന്ന് പല സ്ത്രീകൾക്കും അറിയില്ല, കുടുംബശ്രീയുടെ ബെനിഫിറ്റ് ഉപയോഗപ്പെടുത്താൻ പലർക്കും അറിയില്ല. എല്ലാവരുടെയും വിചാരം കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ചെറിയ എന്തോ, പക്ഷേ ഭയങ്കരമായിട്ട്, അതായത് നല്ലൊരു സ്പാർക്കുള്ള എന്തെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡുള്ള ലേഡീസ് ആണെങ്കിൽ അവർ ഇതിലേക്ക് വരികയാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ റാംസി സാറ്, CDSമാർ, പ്രത്യേകിച്ച് മേയർ വരെ, ഇത് ഞങ്ങളുടെ മേയറുടെ വാർഡാണ്, സാറ് വരെ എല്ലാത്തിനും നമ്മളൊരു നല്ല നിലയിലുള്ളൊരു സംരംഭം തുടങ്ങുകയാണ്. ഫുൾ സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, ഇനിയും അവരുണ്ടാവുമെന്ന് ഞങ്ങളോട് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നഗരസഭയുടെ കീഴിലെ കുടുംബശ്രീയാണ് പദ്ധതി തുടങ്ങിയതെങ്കിലും മറ്റു സംഘങ്ങളെ കൂടി കൂട്ടി നിർമ്മാണം വിപുലപ്പെടുത്തും. ഇപ്പോൾ നിക്ഷേപയോഗ്യമായ ഓഹരികൾ ഏതെല്ലാമെന്ന് നിർദ്ദേശിക്കുന്നു അക്യുമെൻ ക്യാപിറ്റൽ MD അക്ഷയ് അഗർവാൾ. മാർക്കറ്റ്സ് ഈ ആഴ്ചയും ഒരു കൺസോളിഡേഷൻ ഫേസ് തന്നെയായിരുന്നു കണ്ടത്. കഴിഞ്ഞ ആഴ്ച 9100 ആയിരുന്നു നിഫ്റ്റി
ക്ലോസ് ചെയ്തത്. ഇപ്രാവശ്യം അബൌട്ട് 9,150 160 അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. സോ വെർച്വലി ആ കൺസോളിഡേഷൻ ഫേസ് ന്യൂ ഹൈസിൻ്റെ അടുത്ത് നിഫ്റ്റി ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇത് ഇച്ചിരി സമയം കൂടി കണ്ടിന്യൂ ചെയ്യും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബട്ട് ഓവറോൾ ഞങ്ങൾ ഒരു മീഡിയം ടേം ഞങ്ങൾ ബുള്ളിഷ് തന്നെയാണ് മാർക്കറ്റിൽ. കുറേ മാർക്കറ്റിൻ്റെ പ്രൈസിങ് അത്രയും ചീപ്പ് അല്ലെങ്കിലും ഫണ്ടമെൻ്റലി നോക്കുവാണെങ്കിൽ കുറേ മിഡ് ക്യാപ് സ്റ്റോക്സിൽ നല്ല വാല്യൂ ഇപ്പോഴും കാണുന്നുണ്ട്.